പൂർണ്ണമായിട്ടും പ്രയോഗിക്കണമെന്ന് മാത്രം. നേരത്തെ പറഞ്ഞത് 3 അല്ല, ഞാൻ 5 റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. മനോജ് രവീന്ദ്രൻ നിരക്ഷരനാണ് ഇന്ന് നമ്മുടെ അതിഥി. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇത് പോകുന്തോറും നമ്മൾ ഒഴുക്കിൽപ്പെട്ട ഒരു ഇല എന്ന പോലെ അതിങ്ങനെ ഫോർമാറ്റിലുള്ള യാത്രയിൽ എനിക്ക് ചിലവ് വരുന്നത് വളരെ പരിമിതമായ ചിലവേ വരുന്നുള്ളൂ. അത് ഞാൻ നമസ്കാരം. കേരളയുടെ പുതിയൊരു സംഭാഷണമാണ്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന യാത്ര എന്ന വിഷയമാണ്. 3 വട്ടം ഇന്ത്യയിൽ പലയിടത്തായിട്ട് യാത്ര ചെയ്ത് ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ വിധാനങ്ങളിലേക്ക് യാത്രയെ തുടർന്നുകൊണ്ട് പോകുന്ന മനോജ് രവീന്ദ്രൻ നിരക്ഷരനാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. യാത്ര മനുഷ്യകുലത്തിലെ എല്ലാ മനുഷ്യരെയും നന്നായി പ്രചോദിപ്പിച്ചൊരു സാധനമാണ് യാത്രയെ പൊതുവിൽ എങ്ങനെയാണ് കാണുന്നത്? നല്ല കടുപ്പം ചോദ്യമാണ്. നമ്മൾ എനിക്ക് വീട്ടിൽ കുറച്ച് ദിവസത്തിൽ കൂടുതൽ കട്ടിലൊരു ഡയറക്ഷനിലേക്ക് ഇട്ടിട്ട് കിടക്കാൻ പറ്റില്ല. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച മടുക്കും, അത് മാറണം. അപ്പോഴത്തെ കട്ടിൽ തിരിച്ചിടും. എല്ലായിടത്തും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു യാത്രയുടെ എലമെൻ്റ് ഉണ്ട്. ആ കാഴ്ചകൾ മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് സ്ഥിരം പോകുന്ന റൂട്ട്, സ്ഥിരം പോകുന്ന സ്ഥലങ്ങൾ, അത് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ചടക്കാൻ തുടങ്ങും. മടുപ്പ് അതിലേക്ക് വരും. പിന്നെയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 10 പുസ്തകം വായിച്ചാൽ കിട്ടാത്ത സാധനം ഒരു 15 ദിവസം യാത്ര പോയി വരുമ്പോൾ കിട്ടും. ഇറങ്ങി ചെല്ലണം കേട്ടോ ആൾക്കാരിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, സംഭവങ്ങളിലേക്കൊക്കെ. അല്ലാതെ ഇങ്ങനെ കയ്യിൽ സമയം പിടിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള പരിപാടിയിൽ അത് നടക്കില്ല. അതിനുള്ള സമയം ഉണ്ടാകണം. അപ്പോൾ ഒരു സംഭവം നടക്കുന്ന അവിടെ എന്നാൽ പിന്നെ അത് കണ്ട് തീർത്തിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ള സ്വാതന്ത്ര്യം യാത്രയിൽ വേണം. അല്ലാതെ നമ്മൾ അപ്പം ട്രെയിൻ വിടാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമായി എന്ന് പറയുന്ന അതിലത് നടക്കില്ല. അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ വായിച്ച ഒരു സുഖം നേരിട്ട് അനുഭവിച്ച് അറിയുന്ന ഒരു സംഭവം കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് ചിലരിലത് ഈ തുടക്കത്തിൽ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരിക്കാം. അത് നമ്മൾക്ക് ഒരു സാഹചര്യമൊത്ത് വരുമ്പോൾ നമ്മളത് പുറത്തേക്ക് ഇടുന്നുണ്ട്, പ്രദർശിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളതങ്ങ് എടുത്ത് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ എനിക്കതുണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിലേ തുടങ്ങിയുള്ള ആ സാധനം ഉള്ളിലുണ്ട്. നമ്മൾക്ക് സാഹചര്യം, സാമ്പത്തികം ഒക്കെ ഒത്തു വന്നപ്പോൾ അതങ്ങ് പൂർണ്ണമായിട്ടും പ്രയോഗിക്കണമെന്ന് മാത്രം. നേരത്തെ പറഞ്ഞത് 3 അല്ല, ഞാൻ 5 റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതായിരിക്കും കാരണം എന്ന് എനിക്ക് തോന്നുന്നു ഒരു യാത്രയിൽ. പിന്നെ ഈ ഒഴുക്കിലെന്ന പോലെയല്ല, ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇത് പോകുന്തോറും നമ്മൾ ഒഴുക്കിൽപ്പെട്ട ഒരു ഇല എന്ന പോലെ അതിങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ അഴുക്കില്ല എന്ന് പറയുന്നത്, നമ്മൾ അഴുക്ക് മുഴുവൻ പോയെന്നല്ല പറയുന്നത്. എങ്കിലും കുറേയൊക്കെ നമ്മളുടെ ഒരു അഹം എന്ന് പറയുന്ന സാധനം, ഈഗോ, അതൊക്കെ ഭയങ്കരമായിട്ട് കുറക്കാൻ സഹായിക്കും. അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ പിന്നീട് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ ഞാനങ്ങനെയാണ് കാണുന്നത് ഈ സാധനത്തിന്, യാത്രയ്ക്ക് ആത്മശുദ്ധീകരണത്തിൻ്റെതായ ഒരു ഉള്ളടക്കമുണ്ട്. അതിനകത്തേക്ക് ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് യാത്ര. ഒരു സൂഫി വചനമുണ്ട്, ദരിദ്രന് അവൻ്റെ ഇടനാഴി കടക്കാൻ കഴിയില്ല, അതിനുപോലും കഴിയാത്ത അവസ്ഥയാണ് ദരിദ്രനുള്ളത്. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ സാമ്പത്തിക സൗകര്യങ്ങളോട് ഒത്തു വന്നപ്പോൾ സംഭവിച്ചു എന്ന് പറഞ്ഞാലോ. മനോജിൻ്റെ യാത്രകൾ എത്രത്തോളം ചിലവുള്ളതായിരുന്നു? പഴയ യാത്രകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളീ പറഞ്ഞ 5 യാത്രകൾ മാറ്റി നോക്കി മുമ്പോട്ടുള്ളത് നോക്കുമ്പോൾ പാക്കേജ് ടൂറ്, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഉള്ള യാത്ര പോയി തിരിച്ചു വരുന്നത്, അതിപ്പോൾ വിദേശമായാലും സ്വദേശമായാലും അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ ചിലവ്, ഒരു ഏജൻസി വഴിയാണ് പോകണമെങ്കിൽ അവരുടെ ചിലവ്, അതൊക്കെ ചേർത്തിട്ട് വരുന്ന, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ യാത്രയിൽ ഞാൻ നേരത്തെ പറഞ്ഞ സൗകര്യം നമുക്ക് കിട്ടുന്നില്ല. കണ്ടക്റ്റഡ് ടൂർ, പാക്കേജ് ടൂർ എന്നൊക്കെ പറയുന്ന സാധനത്തിൽ അതിൽ നമ്മളിലല്ല സമയം അവരാണ് നിയന്ത്രിക്കുന്നത്. 15 മിനിറ്റ് ഇവിടെ ഉണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ചരിത്ര സ്മാരകത്തിന് മുമ്പേ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പറ്റൂല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലവ് നമുക്കറിയാവുന്നതാണ്.
ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഫോർമാറ്റിലുള്ള യാത്രയിൽ എനിക്ക് ചിലവ് വരുന്നത് വളരെ പരിമിതമായ ചിലവേ വരുന്നുള്ളൂ. അത് ഞാൻ എങ്ങനെയാണ് ആർജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന വാഹനത്തിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഒരു ചെറിയ മോട്ടോർ ഹോമാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഉറങ്ങാനുള്ള സൗകര്യം, അത്യാവശ്യം ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം, ടോയ്ലറ്റിൻ്റെ, ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് താമസത്തിനാണ്. ഏറ്റവും മോശം സ്ഥലത്ത് പോലും 1000-1500 രൂപ കുറഞ്ഞൊരു മുറി കിട്ടില്ല. വലിയ പട്ടണത്തിലാണെങ്കിൽ അത് 3000 തൊട്ട് മുകളിലേക്ക് പോകും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. പിന്നെ നമ്മൾക്ക് വാഹനത്തിൻ്റെ ചിലവും ഭക്ഷണത്തിൻ്റെ എവിടെ പോയാലും ഒരേ ചിലവാണ്. അത് നമുക്ക് കാര്യമായിട്ട് കുറക്കാനോ കൂട്ടാനോ പറ്റില്ല. കാര്യമായിട്ട് ഇപ്പോൾ ചില സ്ഥലത്ത് നിന്ന് ഭക്ഷണമേ കിട്ടില്ല. അപ്പോൾ 80 രൂപയ്ക്ക് 3 നേരം ഭക്ഷണം കഴിച്ച ദിവസങ്ങളുണ്ട്. 80 രൂപ 3 നേരം ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടുള്ള ചിലവ് അതാണ്. അവിടെ വേറെ 80 രൂപയ്ക്ക് മുകളിലൊരു സാധനം കിട്ടാനില്ല. പക്ഷെ ഒരു നഗരത്തിൽ വലിയ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തായാലും ചെന്നാലും വേണമെങ്കിൽ 150 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലവും അവിടെ ഉണ്ടാകും. അതിൻ്റെ ശുചിത്വം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ താമസത്തിൻ്റെത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ ഇതിൽ തന്നെ താമസമായതുകൊണ്ട് ഞാൻ അതിൻ്റെ കണക്ക് എടുത്തിട്ടിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നോർത്തിലേക്ക് അങ്ങോട്ട് പോകുന്നത് 5 ദിവസം ഒക്കെ എടുക്കും. ചിലപ്പോൾ രാജസ്ഥാൻ വരെ ഡ്രൈവ് ചെയ്യാനും തിരിച്ചിങ്ങോട്ട് വരാനും. ആ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു ഫുൾ ടാങ്ക് പെട്രോൾ കത്തും. അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 500-600 രൂപ ഒരു ദിവസം ചിലവ് വരുള്ളൂ. താമസം, ഭക്ഷണം എല്ലാം ചേർത്തിട്ട്. അതും കൂടി വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ചിലവും കൂടി വരുമ്പോൾ ഒരു 1800-2000 രൂപ ചിലവ് വരും ഒരു ദിവസം, എല്ലാം ചേർത്തിട്ട്. അത്രേ വരുള്ളൂ. പക്ഷേ മുഴുവൻ സമയം എൻ്റെ കയ്യിലുണ്ട്. എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ കൂടുതൽ തങ്ങണം, അവിടെ കുറച്ചും കൂടി കാര്യങ്ങളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനൊരിടത്തും ഹോട്ടൽ മുറി നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ അങ്ങോട്ട് തുടർന്ന് നിൽക്കും. അവിടെ തീർന്നിട്ട് പോയാൽ മതി. ആ സൗകര്യങ്ങൾക്കെല്ലാം അതൊന്നും വില മതിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് ഇതിടാൻ പറ്റില്ല. പണം ടാഗ് ഇടാൻ പറ്റാത്ത സാധനങ്ങളാണ്. സമയം നമ്മളെ ബന്ധിക്കുന്നില്ല. ഇല്ല, സമയവും ബന്ധിക്കുന്നില്ല, നമ്മളെ സ്ഥലവും ബന്ധിക്കുന്നില്ല. എന്നാൽ ഇപ്പം പോകണോ ഇപ്പോൾ പോകും നമ്മൾ. രാത്രി ഞാൻ വാഹനം ഓടിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. 3 മണിക്ക് 5 മണിക്ക് ഇടയ്ക്ക് ഞാൻ നിർത്തും. 3 മണി തൊട്ട് ഞാനത് വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കും. 5 മണിയാകുമ്പോഴേക്കും ഞാനത് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത്തിരി പുറകോട്ട് പോരണമെങ്കിൽ ഞാൻ പുറകോട്ട് വരും. 10 കിലോമീറ്ററൊക്കെ പുറകോട്ട് പോരണമെങ്കിൽ തിരിച്ചു വന്നിട്ട് നേരത്തെ കണ്ട ഒരു നല്ല സ്ഥലത്ത് നിർത്തി അവസാനിപ്പിക്കും. രാത്രി ഇവിടെ ആണെങ്കിൽ പോലും നമ്മൾ പരിചയമുള്ള റോട്ടിലൊന്നും ഞാൻ ഓടിക്കില്ല. എവിടെയാണ് കുഴിയുണ്ട് അല്ലെങ്കിൽ എവിടെയാണ് വഴി വളയണമെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ രാത്രി വണ്ടി ഓടിക്കുള്ളൂ. പക്ഷേ ഇത് ഇത്രയും ദിവസം നീളുന്ന യാത്രകളാണ്. ഞാൻ പോകുന്നത് 3 മാസമോ 5 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റായിട്ട് ആശുപത്രി കിടന്നിട്ട് കാര്യമില്ല. തിരക്ക് ഇല്ലാത്ത ആളാണ്. അപ്പോൾ പിന്നെ രാത്രി ഓടിപ്പടഞ്ഞു പോകേണ്ട ഒരു അവസരം ഉണ്ടാകുന്നില്ല. ഈ തിടുക്കം എന്ന് പറയുന്ന സംഗതി ജീവിതത്തിൽ നിന്ന് പതിയെ പതിയെ മാറിപ്പോകുന്നുണ്ട്, അനുഭവപ്പെട്ടുണ്ട്. ഉണ്ടല്ലോ. നമ്മൾ തിടുക്കം ഒഴിവാക്കി ഞാൻ എൻ്റെ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് നേരത്തെ 5 കൊല്ലം ഈ റിട്ടയർമെൻറ്റ് വരെ നമ്മൾ തിടുക്കത്തിലാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിടുക്കം കാണിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കാനും റിട്ടയർമെൻറ്റ് കൊടുക്കുന്നത് തന്നെ അതിനാണല്ലോ. ഇനി നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ടല്ല ഇരിക്കുന്നത്. ഈ യാത്ര ഇങ്ങനെ കണ്ടിന്യൂസ് പോകുന്നുണ്ട്. അതിലും വീണ്ടും തിടുക്കം കാണിച്ചാൽ കാര്യമില്ല. ആരോഗ്യമൊരു പ്രശ്നമല്ലേ അതുപോലെ. അത്രയും തിടുക്കം കാണിച്ചു ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുന്ന എൻ്റെ പ്രായം അറിയാമല്ലോ. 58 കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇത്രയും തിടുക്കം, ഇത്രയും ഡ്രൈവ് ചെയ്യുന്നത് 100-150 ദിവസം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആരോഗ്യം നിലനിർത്താൻ കൂടി വേണം. അപ്പോൾ തിടുക്കം പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്ഥാനത്ത് നിന്ന് പോകുന്നത് തിടുക്കം, വേഗത, പിന്നെ ഒരു സാധനം നമ്മളുടെ റോഡ് റേജ് എന്ന് പറയുന്ന സാധനം. കൊച്ചിയിലാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ഇടതുവശത്ത് കൂടി കയറി ഇങ്ങനെ തുളച്ചൊക്കെ പോകുന്നവരൊക്കെ വേണമെങ്കിൽ വണ്ടിയിലിരുന്ന് ആണെങ്കിലും ഒന്ന് ചീത്തയൊക്കെ വിളിക്കും. ഇവിടെ ഞാൻ ഈ വാളയാറിൽ അവിടെ അഴിച്ചു വെച്ചിട്ടാണ് പോകണം. അപ്പുറത്തേക്ക് അവന് ഏതിൽ വേണമെങ്കിലും തുളച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഈ 5 സീരീസ് ഓഫ് യാത്രകളുണ്ടായല്ലോ. ഈ ഓരോ സീരീസിന്റെ ഇടയ്ക്കുള്ളൊരു സമയമുണ്ടല്ലോ, യാത്രയേക്കാൾ യാത്ര ചെയ്യാതിരിക്കുന്നൊരു സമയം. ആ സമയം എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത്? ആ സമയത്ത് ഈ പോയത് യാത്ര പലതിനും ഡോക്യുമെൻ്റ് ചെയ്യാൻ ഉള്ള അതിലേക്ക് അനിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്ര ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ട
ഒരു സംഭവമുണ്ട്. ഒരുപാട് ടെക്സ്റ്റായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ അത് ചെയ്യേണ്ടതുണ്ട്. കുറേയൊക്കെ അതിന് പോകും. പിന്നെ ഇവിടെ നമ്മളില്ലാതിരുന്ന സമയത്ത് ചെയ്തു തീർക്കാനുണ്ടായിരുന്ന കാര്യങ്ങളിലേക്ക് പോകും. അത് പറഞ്ഞാൽ നമ്മൾ എത്ര തിരക്ക് നമ്മൾ ഒഴിവാക്കി ആ മുഴുവൻ തിരക്കുകളൂടി വന്നു കയറുന്ന ദിവസങ്ങളാണത്. അങ്ങനെയുണ്ട്. അത്രയും തിരക്ക് അതിൻ്റെ ആ തിരക്ക് ഇതിനകത്തേക്ക് പുഷ് ചെയ്ത് സ്റ്റാക്ക് ചെയ്തിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒന്നുണ്ട്. അടുത്ത യാത്രയുടെ ഒരു തിര അകത്തുനിന്ന് രൂപപ്പെടാറുണ്ടോ? പിന്നെ ഞാൻ ഇപ്പം ഈ എല്ലാ യാത്രയിലും ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ തിരിച്ചു വരുന്നത് പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ്. ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ കൂടെ വന്ന ആൾ 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് എന്നെക്കാളും 10 വയസ്സുള്ള ആള്. ആദ്യത്തെ ഒരു 10 വയസ്സ് കുറഞ്ഞ ആള്. 10 വയസ്സ് കുറഞ്ഞ ആൾ 28 ദിവസം യാത്ര. 28 ദിവസത്തെ യാത്രയിൽ പുള്ളിക്ക് ഒരു ചെറിയ അറ്റാക്ക് പോലത്തെ ഒരു സംഭവം വരെ വന്നു. ഒരു മല ഒരു കുറച്ച് 100 പടി കയറിയപ്പോഴും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിനെ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു, എന്തായിരിക്കും എങ്ങനെയായിരിക്കും. പുള്ളി 3 ദിവസം കിടപ്പിലായിരുന്നു. ഞാനൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇതിൽ വേണമെങ്കിൽ പോകാൻ റെഡിയായിരുന്നു അന്ന് സംഭവം. അടുത്ത ത്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വരുമ്പോൾ തന്നെ അടുത്ത റൂട്ട് എങ്ങോട്ടാണെന്നുള്ളത് പ്ലാൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെർച്ച് ആരംഭിക്കുന്നുണ്ട്. എങ്ങോട്ട് എങ്ങനെ ആ ഭാഗത്ത് പോയിട്ടുള്ള ആൾക്കാർ അവരായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അത് തിരിച്ച് റിട്ടേൺ ജേണിയിൽ അതെങ്ങനെ തലക്കകത്ത് കിടന്ന് പെരുക്കുന്നുണ്ട്. അതെങ്ങോട്ട് പോകണം എന്നുള്ളത് അത് വളരെ ചുരുക്കം മാത്രമേ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മാറി, പ്രളയവും റോഡ് ഇടിച്ചിലൊക്കെ കാരണം ആ റൂട്ട് അങ്ങനെ തന്നെ മാറ്റി വെക്കട്ടെ വന്നു. തിരിച്ചു വരുമ്പോൾ തന്നെ ഉണ്ട് ഇങ്ങോട്ട് വരുന്ന യാത്രയിൽ അടുത്ത പോകുന്ന സാധനം അടുത്ത സമ്മറിൽ അല്ല വിൻ്ററിലാണ് സാധാരണ യാത്ര ചെയ്യുന്നത്. അതെങ്ങോട്ടാണെന്നുള്ളത് ഉള്ളിൽ തിര തല്ലുന്നുണ്ട്. ഈ ഒരു സഹചാരിയായിട്ടുണ്ടായിരുന്നാണ് ഭാഗ്യ എന്ന് പേരിട്ട് വിളിച്ച ആ വാഹനം. 2 വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ. അതിൻ്റെ തയ്യാറെടുപ്പുള്ള അതിനെ തയ്യാറാക്കിയതിനെ കുറിച്ചൊന്ന് പറയാം. അത് ആദ്യത്തെ വാഹനം ഒരു ബൊലേറോ എക്സൽ എന്ന് പറയാം. എക്സൽ എന്ന് പറഞ്ഞ വണ്ടിക്ക് ഒരു അടിയും കൂടി നീളം കൂടുതലുണ്ടാവും. അപ്പോൾ അത് കിടക്കാൻ കൃത്യമായിട്ട് ഒരു 7 അടി നീളമുള്ള ഒരാൾക്ക് ഡ്രൈവർ സീറ്റിൻ്റെ പിറകിൽ സീറ്റ് ഇളക്കാതെ തന്നെ കിടക്കാൻ പറ്റും. അങ്ങനെ അതിൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാനും 2 അല്ലെങ്കിൽ 3 പേർക്കും വേണമെങ്കിൽ ഒരുമയുണ്ടെങ്കിൽ കിടക്കാം. അപ്പോൾ അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നു. ടോയ്ലറ്റ് ഉണ്ടായിരുന്നു, കിച്ചൺ, എല്ലാ സൗകര്യങ്ങളുള്ള. പക്ഷെ അത് പഴയൊരു വാഹനമായിരുന്നു. ഒരു 17 കൊല്ലം കഴിഞ്ഞ വാഹനമാണ് ഞാൻ വാങ്ങുന്നത്. ചെറിയ പൈസക്ക് 2.5 ലക്ഷം രൂപ വാങ്ങി വാഹനം പണിത് റെഡിയാക്കി ഇങ്ങനെയാക്കി. അതിൻ്റെ കാരണം ഒന്ന്, ഈ സാധനം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. നമ്മൾ വലിയ പൈസ ചിലവാക്കി ഒരു പുതിയ വാഹനം വാങ്ങിയിട്ട് പറ്റാതെ പോയി കഴിഞ്ഞാൽ എല്ലാം വേസ്റ്റായി. അപ്പോൾ ഒരു ചെറിയ പൈസക്ക് ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയതാണ്. അപ്പോൾ അത് നടക്കുന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതിയല്ല. അങ്ങനെയാണ് അത് ഒരു പഴയ വാഹനത്തിൽ തുടങ്ങിയത്. അപ്പോൾ പറ്റുന്നുണ്ട്. അത് വെച്ചിട്ട് 2 പ്രാവശ്യം രാജസ്ഥാനിൽ പോയി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി നടക്കും. 58 ദിവസത്തെ ഒരു ഇത് പോയി വന്നു. അത് കഴിഞ്ഞിട്ട് 156 ദിവസത്തിൻ്റെ വേറെ ഒരെണ്ണം പോയി വന്നു, നോർത്തിലേക്ക് തന്നെ. അപ്പോൾ അത് തുടരാൻ പറ്റുമെന്ന് മനസ്സിലായി. പക്ഷേ ആ വാഹനത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഈ ഡൽഹിയുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, NCR. ആ ഡൽഹി ഉണ്ട്. അതിൽ ഡൽഹി ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. 15 വർഷത്തിന് കഴിഞ്ഞിട്ടുള്ള ഡീസൽ വണ്ടികൾ അവിടെ നിരോധിച്ചിരിക്കുകയാണ്. പെട്രോൾ ഉണ്ടോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് ഡീസൽ വണ്ടിയായിരുന്നു. അപ്പോൾ അത് പിടിക്കാന്ന് വെച്ചാൽ സീസ് ചെയ്ത് കളയും. പിന്നെ വലിയ ഫൈനൊക്കെ ഉണ്ട്. ഇത് ഡൽഹിയിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഹരിയാനയുടെ ഒരു ഭാഗവും കൂടി അതിൽ പെടും. ഉണ്ട്. ഹരിയാന ഗുർഗോൺ ആ ഭാഗത്ത് ഉണ്ട്. ഇപ്പോൾ രാജസ്ഥാൻ്റെ ഒരു ഏരിയയും കൂടി അതിനകത്തേക്ക് വരുന്നു, NCRലേക്ക് വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് 2 വട്ടം തന്നെ പിടിച്ചു പോലീസുകാർ. അപ്പം നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് അവരോട് കാര്യം പറഞ്ഞു. ഇങ്ങനെ ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്, എനിക്കറിയില്ല എങ്ങനെ പ്രശ്നം. അപ്പോൾ അത് ഈ കർഷക സമരം നടക്കുന്നൊരു സമയമായതുകൊണ്ട് അവർ പല ഭാഗത്തുനിന്നും ആ പ്രദേശത്തേക്ക് പല വാഹനങ്ങൾ കടക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ അത് പിടിക്കാനും കൂടി വേണ്ടിയിട്ടായതുകൊണ്ട് അവർ ഇത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നാലും കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി. 2ാമത്തെ സ്ഥലത്ത് അത് നടന്നില്ല. അവസാനം ഞാൻ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി പോരുന്ന ഒരവസ്ഥയിലായിരുന്നു. എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വണ്ടിയായിട്ട് ഇനി ഈ കളി നടക്കില്ല പലയിടത്തും. അതുകൊണ്ട് പുതിയ വണ്ടിയിലേക്കാണ്. അങ്ങനെയാണ് പുതിയ വണ്ടി. ഇപ്പോൾ ഒരു ടൈഗോൺ ഫോക്സ് വാഗൺ അത് വാങ്ങിയിട്ട്, അപ്പോൾ കുറഞ്ഞ സൗകര്യങ്ങളും മതി എനിക്ക്. ഓരോ പ്രാവശ്യം പോകുന്തോറും അത് യാത്രയുടെ വേറൊരു ഗുണം നമ്മളിലേക്ക് വന്നാൽ മിനിമലിസ്റ്റിക് ആകുന്നുണ്ട്. നമ്മൾ ആൾ തന്നെ മിനിമലൈസ്ഡായിട്ട് വരുന്നുണ്ട്. ഞാൻ 3 ജോഡി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം ഇന്നിടും, അത് നാളെ രാവിലെ കുളിക്കുമ്പോൾ കഴുകും, വണ്ടി തന്നെ ഇട്ട് ഉണക്കും, അപ്പോൾ അടുത്ത പേരിടും. മറ്റേത് ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം 3ാമത്തെ പേരെടുക്കും.
ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 7 പേരെ ഡ്രസ്സിൽ കൂടുതൽ എനിക്ക് ആഴ്ചയിൽ 7 ദിവസമുണ്ട്. ആ 7 പേരെ കൂടുതൽ വേണ്ട എന്നുള്ളൊരു എൻ്റെ ഒരു വാർഡ്രോബ് ഞാൻ അങ്ങനെ തന്നെ ഡംപ് ചെയ്ത് കളഞ്ഞു. അത്ര കുറച്ച് വസ്ത്രങ്ങളിലേക്ക്. അപ്പം അങ്ങനെയുണ്ട്, മിനിമലിസ്റ്റിക് ആവുന്നുണ്ട് നമ്മൾ. കുറഞ്ഞ ഇതിൽ നമുക്ക് സാധനങ്ങളും സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ആ വണ്ടിയിലും കുറഞ്ഞ സാധനങ്ങൾ മാത്രമാക്കി ഒരാൾക്ക് ഉറങ്ങാനുള്ള സൗകര്യം അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഇപ്പോൾ ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രക്കിടക്ക് പുറപ്പെട്ട സ്ഥലത്ത്, അത് നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ യാത്രയാണ്, അപ്പോൾ യാത്രയിൽ വീട് ഒരു ഓർമ്മയാണ്. വീട് തീർച്ചയായിട്ടും ആണ്. പക്ഷേ എനിക്കൊരു ഗുണം ഉണ്ടായിരുന്നത് വെച്ചാൽ, ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്തും 1 മാസം ജോലി, അത് വിദേശത്ത് എവിടെയെങ്കിലും 1 മാസമാണ് നാട്ടിൽ വന്നിരുന്നത്. അത് ചിലപ്പോൾ 1.5 മാസമൊക്കെ ആകും അങ്ങനെ. അപ്പോൾ ഈ 1 മാസത്തെ ഈ വീട് വിട്ട് നിൽക്കുന്ന സാധനം 10-25 കൊല്ലമായിട്ട് ഉണ്ട്, നമ്മൾ ശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 1 മാസം അത് ഫീൽ ചെയ്യില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ 1 മാസം കഴിഞ്ഞാൽ നമ്മളെ ഈ യാത്ര നമ്മുടെ ഇതിനകത്തോട്ട് കയറും. ഭയങ്കരമായിട്ട് യാത്രയുടെ ഒരു ത്രസിപ്പിക്കലുണ്ട് അത്. അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടല്ലോ, സംസാരിക്കാൻ പിടിക്കാൻ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയുള്ളൊരു ഫോൺ, പിന്നെ ആൾക്കാരെ കാണണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഈ 1 മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ വരും. അത് ആ ഒരാഴ്ച മാത്രമേ ആ പ്രതിസന്ധി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തോന്നുന്നേ ഇല്ല. ഇപ്പം 3 മാസമൊക്കെ കഴിയുമ്പോൾ എനിക്ക് 3 മാസം ആയല്ലേ എന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. ഈ അയ്യോ അച്ഛാ പോകല്ലേ എഫക്റ്റ് ഉണ്ടല്ലോ, അത് നേരിട്ട് വന്നിട്ടുണ്ടോ? അത് വീട്ടിൽ നിന്നുള്ള അത് ഇല്ല, അവർക്ക് അതിനുള്ള നേരം കിട്ടുന്നില്ല. അവര് നമ്മളെക്കാളും തിരക്കുള്ളവരുണ്ട്. അയ്യോ അച്ഛ പോലെ എന്നല്ല, നമ്മൾ പോകുമ്പോൾ പോലെ ഒരു സ്ഥലത്തില്ല. പാട്ട് പാടണമെങ്കിൽ അവിടെ ആള് വേണമല്ലോ. നമ്മൾ ഒരു ദിവസം കാലത്തെ വണ്ടി എടുത്ത് പോവുകയാണ്, അപ്പൊ അവര് അതിനേക്കാളും തിരക്കിട്ട് വേറെ എവിടെ പോയി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. അവര് ഒരർത്ഥത്തിൽ വളരെ സഹായിക്കുന്നുണ്ട് ഈ യാത്രയിൽ. എന്ന് വെച്ചാൽ നമുക്ക് അയ്യോ അച്ഛ പോകുന്നത് മാത്രമല്ല, മറ്റേ കൊളംബസിന്റെ കഥ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ഇതാണ്, ഒരു ഫിക്ഷൻ പോലുള്ള ഒരു സംഭവമാണ്. കൊളംബസ് മാരീഡ് ആയിരുന്നില്ല. അപ്പൊ അയാൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ രാവിലെ പോകാൻ ഇറങ്ങുമ്പോൾ ഭാര്യ വന്നിട്ട് ചോദിക്കും, ഇന്നെങ്ങടെ പോകുന്നത്, ഏത് ഭൂഖണ്ഡത്തിലേക്കാണ്, ആരൊക്കെ ഉണ്ട് കൂടെ, അതിലെത്ര പെണ്ണുങ്ങളുണ്ട് എന്നൊക്കെ ചോദിക്കും. ഭൂഖണ്ഡം ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു കയറി പോകും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് കൊളംബസിനെ പറ്റി. അപ്പൊ അതുപോലെ ഇതങ്ങനെ ഈ ചോദിക്കാൻ അവിടെ ആളില്ല എന്നുള്ളത് ഒരു അനുഗ്രഹമായിട്ട്, പിൻവലിയില്ല. എല്ലാ യാത്രകൾക്കും ഈ നൂലുകൾ ഉണ്ടാകുന്ന അങ്ങനെയാണ്. യാത്രയുടെ മാധുര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് ഞാൻ പുറപ്പെട്ട സ്ഥലത്ത് എന്താകും എന്നുള്ളൊരു ആശങ്കയാണ്. അപ്പോൾ അതിനകത്ത് ഭാഗ്യം മാത്രമാണ് സഹചാരിയായിട്ടുണ്ടായിരുന്നത്. ഇപ്പം 5 എപ്പിസോഡുകൾ സംഭവിച്ചു. ഈ 5 എപ്പിസോഡിനും ഒരു പേര് തന്നെയാണ്, ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ. അതിൻ്റെ സോഷ്യൽ മീഡിയയിലാണ് അതിൻ്റെ കൂടുതലും ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയ പരിചയങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ യാത്രകളെ കുറിച്ച് അറിഞ്ഞ ആളുകൾ നമ്മുടെ ഈ യാത്രകളിലെ ഈ 5 എപ്പിസോഡിലും പലയിടത്തും നമ്മളെ സ്വീകരിക്കാനും അതോടെ നമ്മളോട് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ തരാനൊക്കെ ഉണ്ട്. ഓഫ്ലൈൻ ആകുന്നുണ്ടായി ധാരാളം പേര്. ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം. അത് കണ്ടിട്ടല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ പരിചയമുള്ള ഒരാളെ നമ്മൾ ലുലു മാളിൽ നിന്ന് കാണുന്നത്, അയാളിപ്പം നമ്മൾ ആ യാത്രയിലാണെന്ന് അറിഞ്ഞിട്ടല്ല, ലുലു മാളിൽ നിന്ന് അങ്ങനെ കാണുന്നു. അങ്ങനെ തന്നെ ഈ യാത്രയിലും പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ വരുന്നുണ്ടെന്ന് കരുതി അങ്ങനെ കാത്തിരുന്ന് കാണാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ചുരുക്കമേ ഉള്ളൂ. അതിൽ കൂടുതൽ ആൾക്കാരെ ആക്സിഡൻ്റലി കണ്ടുമുട്ടിയിട്ടുണ്ട്. ഞാൻ ഈ യാത്രയിലാണെന്ന് അറിയാതെ കണ്ടുമുട്ടിയിട്ടുള്ളവർ ഒരുപാടുണ്ട്. കാരണം എല്ലാവരും ഈ 100 ദിവസമൊന്നും ഒരാളെയും ഫോളോ ചെയ്യുന്നില്ല, പറ്റൂല. ഞാനാണെങ്കിൽ 10 ദിവസത്തിൽ കൂടുതൽ ചെയ്യില്ല. എന്നെ ഒരാളും 10 ദിവസത്തിൽ കൂടുതൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മടുപ്പ് മടുപ്പ് മാത്രമല്ല, ഇവിടെയുള്ള ആൾക്ക് അയാൾക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സിന്റെ ഇടയിൽ നിന്നിട്ടാണ്. അയാൾക്ക് എല്ലാ ദിവസവും ഞാൻ എഴുതിയിടുന്നത്, ഞാൻ എല്ലാ ദിവസവും എഴുതിയിടുന്നുണ്ട് അന്ന് വൈകുന്നേരം. അത് അയാൾക്ക് എല്ലാ ദിവസവും വായിക്കാനൊന്നും പറ്റില്ല. ഞാൻ ഒരാളുടെ ശ്രമിച്ചു നോക്കി, 15-20 ദിവസം, എനിക്ക് 10 ദിവസത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ തിരക്കുകൾ വന്നതുകൊണ്ടാണ്. പിന്നീട് ഞാനത് വായിച്ച് തീർന്നു. അപ്പോൾ അവരറിയുന്നില്ല. നമ്മൾ ഇന്ന് ഞാൻ ഗുവാഹട്ടിയിൽ എത്തുമെന്ന് പറഞ്ഞാൽ ആ 2 എപ്പിസോഡ് മിസ്സായി കഴിഞ്ഞാൽ അവരറിയുന്നില്ല ഞാൻ ഗുവാഹട്ടിയിലെത്തി. പിന്നെ ഞാൻ ഗുവാഹട്ടി കടന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ, അയ്യോ ഗുവാഹട്ടി കടന്നു പോയത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇതുവരെ നോക്കിയിരുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ചില ആൾക്കാർ ചില അറിയാതെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കാത്തിരുന്ന്
കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആക്സിഡൻ്റലി കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അതൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. പലരും വീട്ടിൽ അവരുടെ കൂടെ പോയി താമസിക്കുകയും പിന്നെ അവർ അവിടുത്തെ ആ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങൾ മുഴുവൻ നമ്മളൊപ്പം വരികയും വീണ്ടും ഒരാഴ്ച അപ്പോൾ അവരുടെ വരാന്തയിൽ അല്ലെങ്കിൽ അവരുടെ റോട്ടിലാണ് വണ്ടി ഇട്ടിട്ട് അധികം കിടക്കുക. വീട്ടിലേക്ക് കിടക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ബാത്റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകും അങ്ങനെ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ അങ്ങനെ പോയ സ്ഥലങ്ങളിലൊക്കെ അത് ശരിക്കും ഒരു അനുഗ്രഹമാണ്. അങ്ങനെ അതെൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയാലും അങ്ങനെ ഒരു യാത്രയിൽ കയറി കിടക്കാനൊരു വീട്, ഒരു സുഹൃത്തുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോൾ നമ്മൾ മലയാളികളല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളിട്ട് ഒരു ആത്മബന്ധമില്ലാത്ത ആൾക്കാർ അതുപോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ നാഗാലാൻഡിലൊക്കെ ഞാൻ അങ്ങനെ ചെന്നിട്ട് അവിടുത്തെ ഒരു വെൽ ഓഫ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അവർ ആ ഹോൺബിൽ ഫെസ്റ്റിവൽ നടത്തുന്ന മടങ്ങി വരുമ്പോൾ ആ ബസ്സിൽ വെച്ച് ഞങ്ങളെ കണ്ടുമുട്ടി. സൗത്ത് ഇന്ത്യയിൽ നിന്നാണല്ലേ എന്ന് അവർക്ക് മനസ്സിലായി. ചോദിച്ചു, ആണെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവരുടെ 3 മക്കൾ പഠിച്ചിരുന്നത് ചെന്നൈയിലാണ്. നാഗാലാൻഡിൽ നിന്ന് ചെന്നൈയിൽ വിട്ട് പഠിപ്പിക്കണം, അങ്ങനെ കുറച്ച് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് സ്നേഹം സഹിക്കാൻ പറ്റില്ല. അവർക്ക് സൗത്ത് ഇന്ത്യക്കാരോട് ഭയങ്കര ഇത് ദോശ ഇഡ്ഡലിയൊക്കെ അവരുടെ ഭയങ്കര. അടുത്ത ദിവസം അവരുടെ വീട്ടിൽ വിളിച്ച് കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിച്ച് അവിടെ കിടത്തി ഉറക്കിയിട്ട് അവർ വിട്ടുള്ളൂ. അവർ ഒരുപാട് സമ്മാനങ്ങളൊക്കെ തന്ന് ഇപ്പോഴും വിളിക്കും, മെസ്സേജ് അയക്കും, ചോദിക്കും. അങ്ങനെ അവരൊരു ഇന്ത്യയിൽ പേര് കേട്ടൊരു ഡോക്യുമെൻ്ററി ഡയറക്ടർ കൂടിയാണ് ഈ 3 മക്കളിലെ ഒരു മകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരാൾ ഡോക്ടറാണ്. അവിടുത്തെ ഏറ്റവും പോഷ് ഏരിയയിലുള്ള ഒരു വീടാണ്. ഒരു പരിചയമില്ലാത്ത ആളെ അവർ അങ്ങനത്തെ 4 നില വീട്. ഒരു നിലയിൽ അവരുടെ ഒരു മകൻ താമസിക്കുന്നു, അടുത്ത നിലയിൽ ഇവർ, താഴത്തെ ഫ്ലോറിൽ അവരുടെ ഡ്രൈവർ, കുക്ക്, അങ്ങനത്തെ ആൾക്കാരൊക്കെ താമസിക്കും. അത്രയും വെൽ ഓഫ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ പെട്ടെന്ന് റോട്ടിൽ നിന്ന് കണ്ട ഒരാളെ കൊണ്ടുപോയിട്ട് അവർ കയറ്റി കിടത്തേണ്ട കാര്യമില്ല. ഇവരെന്ത് ഏനമാണെന്ന് അറിഞ്ഞുകൂടാ, എന്തിനാണ് കുരിശെടുത്ത് വെക്കണമെന്ന് അതിലൊരാൾ പോലും ചിന്തിക്കുന്നില്ല. അവർ 5 പേരും 3 മക്കൾ അച്ഛനമ്മയും ഒരുപോലെ ഞങ്ങളോട് അങ്ങനത്തെ നമ്മളുടെ ആൾക്കാർ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹത്തിൽ പെരുമാറിയിട്ടുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഈ 5 എപ്പിസോഡുകൾ ഉണ്ടായല്ലോ, ഈ 5 എപ്പിസോഡിലും ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് കോട്ടകൾ തേടിയുള്ള 4ാമത്തെ എപ്പിസോഡ്, ഇപ്പോൾ 5ാമത്തത് നോർത്ത് ഈസ്റ്റ്. അപ്പം ഈ 5 എപ്പിസോഡിന് ഒരേ തീം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഒറ്റ തീമേ ഉള്ളൂ. അത് ഇതാണ്, നമ്മൾ സാധാരണ ടൂറിസ്റ്റുകൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പോവും. അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ വണ്ടി പോകുന്ന വഴികളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അത് കൂടാതെ ഗ്രാമങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അങ്ങനത്തെ ഒരു സാധനം കൂടി മനസ്സിൽ ഉണ്ട്. അതും ചെയ്യുന്നുണ്ട്. അതും പലരും പോകുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ അപ്പോഴും പലർക്കും വിട്ടുപോകുന്ന അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്ന ഒരു സാധനമാണ് കോട്ടകൾ. കോട്ടകൾ ചിലപ്പോൾ ആ ഗ്രാമത്തിൻ്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടാകാം. ഇവർ പോയിട്ടുണ്ടാകാം അതിൻ്റെ അടുത്ത് വരെ. പക്ഷെ അവർ ആ ഗ്രാമം അന്തരീക്ഷം അവിടുത്തെ മനുഷ്യന്മാർ ഒക്കെ ഇടപഴകാനാണ് പോകുന്നത്. ആ കോട്ടയിൽ അവർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ ഒരു 5 കിലോമീറ്റർ മാറി അതങ്ങനെ കാട് മൂടി കിടക്കുന്ന ഒരു കോട്ടയമായിരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു 800ഓളം കോട്ടകളുണ്ട് ലിസ്റ്റ് പ്രകാരം. അത്രയൊന്നും ചിലപ്പോൾ കിട്ടൂല, 700 എന്നിട്ട് ചില്ലവനുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സ്ഥലത്തൊക്കെ പോയിട്ട് ആട് കിടന്നത് പൂട പോലും ഇല്ല എന്നുള്ള അവസ്ഥയിൽ അതുകൊണ്ട് പോയിട്ട് അല്ല, അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാനും കൂടി വേണ്ടിയിട്ടാണ് ആ വണ്ടിയുടെ സംവിധാനം ഏർപ്പാട് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇരുട്ടി, പിന്നെ ഇനി പോകാനോ താമസിക്കാനോ ഭക്ഷണത്തിനോട് സൗകര്യം ഇല്ലെങ്കിൽ അവിടെ കിടന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് ആ വണ്ടി ആ കൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ കോട്ടകൾ ഈ പറഞ്ഞ സ്ഥലത്ത് എവിടെ പോയാലും അതിനെയും കൂടി കവർ ചെയ്തിരിക്കും. ചിലർ ഇതിനെ കോട്ടകൾ തേടിയുള്ള യാത്ര മാത്രമായിട്ട് കണ്ടിട്ടുള്ളവരുണ്ട്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എല്ലായിടത്തും പോവും, പക്ഷെ കോട്ടകൾ ഒഴിവാക്കില്ല. ഈ 800 കോട്ടകളെ ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു അണ്ടർ വൺ റൂഫ് എന്ന് പറയുന്ന രീതിയിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സിംഗിൾ ക്ലിക്കിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ടെക്സ്റ്റായിട്ടും വീഡിയോ ആയിട്ടും ഒരു സാധനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. 169 കോട്ടകൾ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 യാത്ര വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓരോ സംസ്ഥാനമായിട്ടാണ് അത് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ടെസ്റ്റ് അടിച്ചത് തെലുങ്കാനയിലേക്കാണ്, ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നുള്ള രീതിയിൽ. അപ്പോൾ തെലുങ്കാനയിൽ അങ്ങ് തീർന്നു കിട്ടി. ആ ഒരു സംസ്ഥാനം കഴിഞ്ഞു. അതിന് മാത്രം 28 ദിവസം എടുത്തു. ആ കുഞ്ഞ് സ്ഥലം തെലുങ്കാന എന്ന് പറഞ്ഞാൽ ഹൈദരാബാദാണ്, അതിൻ്റെ ചുറ്റുവട്ടമാണ്. അത്രേ ഉള്ളൂ. അത് തീരാനായിട്ട് 28 ദിവസം. എക്സ്ട്രീം കാലാവസ്ഥ ഉള്ള സ്ഥലം. അതെ, അത് അത്യാവശ്യം ചൂടുള്ള സമയത്തൊക്കെ തന്നെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോവ തീർത്തു. ഗോവയും ഇതേപോലെ 30-32 ദിവസം എടുത്തു ഗോവ തീർക്കാനായിട്ട്.
അതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളെ തന്നെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ചെറിയ സംസ്ഥാനം ഈ റോട്ടിൽ കിടക്കുന്ന പരിപാടി ഒക്കെ പ്രാക്ടിക്കൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വലിയ സംസ്ഥാനത്തിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ചെന്ന് പെട്ടുപോകാൻ സാധ്യത ഉണ്ടെന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന അത് ചെയ്തു. അത് 156. രാജസ്ഥാൻ ആദ്യം ഒരു സ്ട്രെച്ച് ചെയ്തു, 58 ദിവസം എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, പിന്നെ 156 ദിവസം എടുത്ത് രാജസ്ഥാൻ കംപ്ലീറ്റ് ചെയ്യാൻ രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന ചെയ്തു. ഡാമൻ, DU ഒക്കെ. അത് രാജസ്ഥാൻ 2ാമത്തെ സ്റ്റേറ്റാണ്, ഏറ്റവും കൂടുതൽ കോട്ടകളുള്ള സെക്കൻഡ് സ്റ്റേറ്റാണ്. 133ഓളം കോട്ടകളുണ്ട്. പക്ഷേ അത് ചെന്നപ്പോഴേ മനസ്സിലായത് അതിലെല്ലാമൊന്നും ഇല്ല. എല്ലാ വർഷവും ഒരു 3-4% കോട്ടകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇടിഞ്ഞു വീണ് നശിച്ചോ അങ്ങനെയോ, അല്ലെങ്കിൽ എൻക്രോച്ച്മെൻറ്റ്, അല്ലെങ്കിൽ പലതായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചരിത്രമാണ്. ഇനി ലോകത്തൊരിടത്തും ഒരാൾക്ക് ഒരു കോട്ട ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു കോട്ട വെച്ച് സംരക്ഷിക്കാവുന്നതല്ല. ഇപ്പോൾ ഇസ്രായേലിൽ ഇരുന്നിട്ട് ഇറാനിൽ തകർക്കാൻ പറ്റുന്ന ഒരു കാലത്ത് ഒരു കോട്ട കൊണ്ടൊന്നും ഒരാളെ സംരക്ഷിക്കാൻ പറ്റില്ല, ഒരു രാജാവിനെ സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പം അത് ഉണ്ടായിരുന്നതെല്ലാം അത്രയും പക്ക ചരിത്രം സംരക്ഷിക്കപ്പെടേണ്ട സാധനമാണ്. അതാണ് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും കോട്ടകളുള്ള വേറെ ഏതെങ്കിലും രാജ്യം ഉണ്ടോ എന്ന് സംശയമാണ്. അത് ഞാൻ നോക്കിയിട്ടില്ല. അല്ല, യൂറോപ്പിലേക്കുള്ള കോട്ടകൾ ഏറ്റവും ഗംഭീരമായി പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് ഒരു വരുമാനവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ലെവലിലുള്ള ചില കോട്ടകളുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്ന അവർ ചില കോട്ടകൾ അവർ കാണുന്നത് തന്നെ കോട്ടയും അതിൻ്റെ ഉള്ളിൽ രാജാവ് താമസിക്കുന്ന ഒരു കൊട്ടാരവും അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ അവർ അതിനെ കോട്ടയായിട്ട് തന്നെ കൂട്ടുള്ളൂ. നമുക്കിവിടെ അറിയുന്നതുകൊണ്ട് പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കോട്ടയായിട്ട് തന്നെയാണ് പ്രൗഡ്ലി നമ്മൾ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അവിടെ ആ സാധനത്തിന് മൈൻഡ് ചെയ്യില്ല. അവരൊരു കക്കൂസിൻ്റെ വില പോലും കൊടുക്കില്ല. ഇത് കോട്ടയാണ്, നിങ്ങൾ എന്തിനാ ഇത് കവർ ചെയ്യാൻ പോകണമെന്ന് നമ്മുടെ കൂടെ വരുന്ന ആൾ ചോദിക്കും. നിങ്ങൾ അപ്പുറത്ത് ആ കോട്ട പോയില്ല, ഈ കോട്ട പോയില്ല എന്നൊരു 10 വലിയ കോട്ടകളുടെ പേരും നമ്മളോട് പറയും. അപ്പോൾ ആ കോട്ടകളാണ് ആ യാത്രയിലെ ഒരു മൊത്തം തീം അതാണ്. കോട്ടകളെല്ലാം തീർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റു കാഴ്ചകളും സംഭവങ്ങളും വരുമ്പോൾ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ അവസാനം പോയത് 105 ദിവസത്തെ യാത്രയായിരുന്നു. അവിടെ ആകെ 7 കോട്ടയേ ഉള്ളൂ. ഇത്രയും 7 സ്റ്റേറ്റിലും കൂടി 7 കോട്ടയേ ഉള്ളൂ. 2-3 ഇല്ല. പക്ഷെ കോട്ട മാത്രമല്ല കോട്ട മാത്രം കാണാനാണെങ്കിൽ 7-14 ദിവസം കൊണ്ട് തീർത്തിട്ട് പോകുന്നൂടെ. 105 ദിവസം എടുത്തു. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. തീം കോട്ട തന്നെയാണ്. ഈ കോട്ട എന്ന് പറയുമ്പോൾ ആക്രമിക്കപ്പെടാതിരിക്കുക എന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ, സുരക്ഷിതരായിരിക്കും. അതിൻ്റെ അർത്ഥം അവിടെ ഒരു ലിവിങ് വയലൻസ് ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ട്. അങ്ങനെയാണ് കോട്ടകൾ ഉണ്ടാകുക. രാജസ്ഥാനിൽ ഇത്രയധികം കോട്ടകളുടെ പിന്നിൽ രാജസ്ഥാനിൽ എപ്പോഴും യുദ്ധസന്നദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് അറിയാത്ത ആൾക്കാരാണ്. നമുക്ക് അധികം കോട്ടകളൊന്നും വേണ്ടി വന്നില്ല. വന്നത് തന്നെ കൊളോണിയൽ ഇതിൻ്റെ കാലത്ത് അവർക്ക് അവരുടെ ശത്രുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ അതിനു വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരുണ്ടാക്കിയ കോട്ടകളാണ് കേരളത്തിൽ നമുക്ക് കൂടുതലായിട്ടുള്ളത്. രാജസ്ഥാനിൽ അങ്ങനെയല്ല. കയറി വന്ന ആൾക്കാരെല്ലാം അപ്പുറത്തുനിന്ന് വന്നവരെല്ലാം ഇപ്പം മുഗളന്മാരായാലും എല്ലാം കയറി വരുന്ന അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. ആദ്യം യുദ്ധം സംഭവിക്കുന്ന സ്ഥലങ്ങളാണ് ഡൽഹി, രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ. അവർ അവരുടെ ഞരമ്പുകളിൽ യുദ്ധം ഉള്ളവരാണ്, ചോര കണ്ടു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാജാവിനുള്ളതുപോലെ തന്നെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ഠാക്കൂർ അല്ലെങ്കിൽ നാട്ടുരാജാവ് എന്ന് പറയുന്ന ആൾക്കാർക്കും എല്ലാം ഒരു കോട്ടയുണ്ട്. അങ്ങനെ കുഞ്ഞു കോട്ടകൾ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണ് ആ കോട്ടയുടെ എണ്ണം കൂടുതൽ. പക്ഷെ അവരതിനെ വലിയ സംഭവമായിട്ട് കോട്ടയായിട്ട് കണ്ടിട്ടില്ല. അന്നത്തെ കാലത്ത് അവിടെ ചിലപ്പോൾ കപ്പം പിരിച്ചിരുന്ന രാജാവിൻ്റെ ഒരു സാമന്തനായിരിക്കാം. പക്ഷെ അയാളുടെ പ്രൗഢിയുടെ ഭാഗമായിട്ടോ മറ്റോ അയാളുടെ ആ ചെറിയ കെട്ടിടത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ടോ അതിൻ്റെ ഉള്ളിലായിട്ടോ അയാളൊരു കോട്ട പോലുള്ള സാധനം പണിതിട്ടുണ്ട്. രാജാവിനുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങേർക്കുണ്ടല്ലോ, നമുക്കും ഇല്ലാതെങ്കിൽ മോശമല്ലേ എന്നുള്ള മറ്റുള്ളൊരു സ്റ്റാറ്റസ് സിമ്പൽ പോലെയെങ്കിലും ഒരു കോട്ട. അങ്ങനെയാണ് അത്രയും കോട്ടകൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ. അതൊന്നും യുദ്ധത്തിൻ്റെ ഭാഗമാകുകയോ ഒരിക്കൽ പോലും അവിടെ ഒരു ആക്രമണം ഒന്നും ഉണ്ടാകാത്ത സംഭവം. ഈ ഡക്കാൻ പീഠഭൂമിയിലാണല്ലോ ഈ ഇന്ത്യയിലെ എല്ലാ രാജസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഡക്കാൻ പീഠഭൂമിയിൽ കൂടുതൽ കോട്ടകളും ചരിത്ര സ്മാരകങ്ങളും ഉള്ളത്. അപ്പം അവിടെയൊക്കെ സ്വാഭാവികമായ ജീവിതത്തിനകത്ത് ഈ അരക്ഷിതാവസ്ഥ ഇത് ഈ യാത്രകളിൽ തോന്നിയിട്ടുണ്ട്. ഈ അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. ഡക്കാൻ പീഠഭൂമി എന്ന് മാത്രമല്ല, എനിക്കത്
എല്ലായിടത്തും സംഭവം കുറച്ചുള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് ഈ സാമ്പത്തിക ശേഷിയില്ലാത്തവനിലെല്ലാം ആ സാധനം ഒരു അളവ് വരെ കാണാൻ പറ്റും. ഇന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്നാലോ, ഇന്ന് ഇറങ്ങേണ്ട വന്നാലോ എന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അത് നമ്മൾ കുറച്ച് ഒന്നിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഏതൊരാൾക്കൂട്ടത്തിൻ്റെ ഇടയിലും എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് അരക്ഷിതാവസ്ഥ എന്ന് പറയുന്ന സാധനം.